ഇരുട്ടത്ത് ചാടി നേരം വെളുക്കും മുമ്പ് പൊക്കി. തൃശൂർ ചാവക്കാട് സബ് ജയിലിൽ നിന്നും ചാടി റിമാൻഡ് പ്രതിയെ മണിക്കൂറുകൾക്കകം വലയിലാക്കി പോലീസ്. ഇന്നലെയാണ് പോക്സോ കേസ് പ്രതിയായ മലപ്പുറം നിലമ്പൂർ സ്വദേശി ശ്രീരാജ് അതിവിദഗ്ധമായി ജയിൽ ചാടിയത്. രാത്രിയുടെ ഗുരുവായൂരിൽ വെച്ചാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. എക്സോസ്റ്റ് ഫാനിന്റെ ഗ്യാപ്പിലൂടെയാണ് പ്രതി അതിവിദഗ്ധമായി തടവ് ചാടിയത്. ഇന്നലെ 4 മണിയോടെയാണ് ചാവക്കാട് സബ് ജയിലിൽ നിന്ന് നിലമ്പൂർ എടക്കര സ്വദേശി ശ്രീരാജ് ജയിൽ ചാടുന്നത്. പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 15 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ശ്രീരാജിനെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. റിമാൻഡ് പ്രതിയായതിനാൽ തന്നെ കർശന നിയന്ത്രണങ്ങളൊന്നും ഇയാൾക്കുമേലുണ്ടായിരുന്നില്ല. ഇലക്ട്രിക്കൽ പണികളിലടക്കം വൈദഗ്ധ്യമുള്ള ശ്രീരാജിന് ഒരു പണിയേൽപ്പിച്ചതാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് പണിയായത്. ജയിലിലെ ഒരു മുറിയിൽ എക്സോസ്റ്റ് ഫാൻ കേടായിരുന്നു. ഇത് നന്നാക്കാനായി ശ്രീരാജിനെ ആ മുറിയിലേക്ക് കൊണ്ടുപോയി. കൂടെ ഒരു പോലീസുകാരനും അനുഗമിച്ചിരുന്നു. ഒരു സ്റ്റൂൾ എടുത്ത് അതിനു മുകളിൽ കയറി എക്സോസ്റ്റ് ഫാൻ ശ്രീരാജ് ഊരിയെടുത്തു. അവിടെ വെച്ച് തന്നെ അത് നന്നാക്കാൻ തുടങ്ങി. പണി പുരോഗമിക്കുകയല്ലേ എന്ന് കരുതി ജയിൽ ഉദ്യോഗസ്ഥൻ മറ്റെവിടേക്കോ ഒന്ന് മാറി നിന്നു. ഈ ഗ്യാപ്പിലാണ് ഊരിയെടുത്ത എക്സോസ്റ്റിന്റെ ഗ്യാപ്പിലൂടെ ഇയാൾ ചാടിയത്. മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ ശ്രീരാജിനെ കാണാനില്ല. ഉടൻ തന്നെ ജയിൽ വകുപ്പ് പോലീസിൽ പരാതി നൽകി. ഇയാൾക്ക് വേണ്ടി ചാവക്കാട് നഗരത്തിലെല്ലാം പോലീസ് വലവിരിച്ചു. എന്നാൽ പ്രദേശത്ത് നിന്ന് അപ്പോഴേക്കും ശ്രീരാജ് കടന്നുകളഞ്ഞിരുന്നു. രാത്രി ഗുരുവായൂരിൽ വെച്ചാണ് ഇയാൾ പിന്നീട് പോലീസിന്റെ വലയിലാകുന്നത്. ഉടൻ തന്നെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. രാവിലെ കോടതിയിൽ ഹാജരാക്കിയ ശ്രീരാജിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. പോക്സോ കേസിന് പുറമെ ജയിൽ ചാട്ടത്തിനും വകുപ്പ് ചുമത്തി. റിമാൻഡ് പ്രതി തടവ് ചാടിയ സംഭവത്തിൽ ജയിൽ വകുപ്പിനും നടപടിക്ക് സാധ്യതയുണ്ട്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.